ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ നാം നിയന്ത്രണ വിധേയമാക്കണം. ആത്മീയമായ തത്വങ്ങൾ എത്ര ആവർത്തിച്ചാലും അത് ക്ഷീരബല പോലെയാണ്. ആവർത്തിക്കും തോറും ശക്തി കൂടുന്നതാണ് ക്ഷീരബല എന്ന ഔഷധം. അപ്രകാരം തന്നെ ആത്മതത്വങ്ങളെ വീണ്ടും വീണ്ടും നാം ആവർത്തിച്ച് ഹൃദിസ്ഥമാക്കണം. അങ്ങനെ ഹൃദിസ്ഥമായതിനെ നാം വീണ്ടും മനനം ചെയ്ത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിനാൽ ഒരു കവി പറയുകയാണ്, ആവർത്തിച്ച് ആത്മാവിചാരം ആത്മാവിൽ ആത്മാവുണർന്നു വാഴാം. ആത്മസംവിത്തുക്കൾ ആരാനുണർന്നൊരാ പാതയിൽ ഭവ്യ മനോഗമിക്കാം. മഹത്തുക്കൾ സഞ്ചരിച്ച രീതി, അവർ ജീവിച്ച വിധം നമുക്ക് പറഞ്ഞു തരുന്നു. ആ പറഞ്ഞതുപോലെ നമ്മളും ഗമിക്കുകയാണെങ്കിൽ അവർ എത്തിച്ചേർന്ന അതേ പദത്തിൽ നമുക്കും എത്തിച്ചേരാം. അതാണ് എന്ത് വേണം? ആവർത്തിച്ച് ആത്മവിചാരം ചെയ്താൽ ആത്മാവുണർന്നു ജ്വലിക്കും. വീണ്ടും 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 നമ്മൾ ആത്മവിചാരം ചെയ്യണം. ആത്മവിചാരത്തിന് വിഘ്നമായി ഈ വിഷയവിചാരം വന്നുകൊണ്ടേയിരിക്കും. വിഷയവിചാരങ്ങൾ എത്ര അഹമിഹയാ വരികയാണെങ്കിലും അതിനെ നിർവീര്യമാക്കിക്കൊണ്ട് ആത്മവിചാരത്തെ നിലനിർത്തണം. അതിന് പറ്റുന്ന സൗകര്യങ്ങൾ നാം സ്വീകരിക്കണം. അതിന് പറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതിന് സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ സത്തുക്കളുമായുള്ള സംസർഗമോ തൻ്റെ സംശയങ്ങൾ നിവാരണമോ ഇതെല്ലാം അതിന് അനിവാര്യമായ ഘടകങ്ങളാണ്. ആവർത്തിച്ച് ആത്മാവിചാരം ചെയ്ത് ആത്മാവിൽ ആത്മാ ഉണർന്നു വാഴാം. ആത്മാവിൽ ആത്മാവ് ഉണർന്നു, ആത്മാവിൽ നമ്മുടെ മനസ്സിൽ ആത്മാവ് ഉണർന്ന് മനസ്സും ഈ ജീവനും ഒന്നായിത്തീരുന്ന അവസ്ഥ. ആത്മസംവിത്തുക്കൾ, ആത്മാവിനെ അറിഞ്ഞ സജ്ജനങ്ങൾ ആരാഞ്ഞ് ഉണർന്ന് കണ്ടെത്തിയ ആ ദിവ്യമായ പാതയിലൂടെ നമുക്കും അനുഗമിക്കാം എന്നാണ്. അതാണ് സജ്ജനങ്ങളുടെ പാത പിന്തുടർന്നാൽ അതിൽ നാമും ആ സാഹചര്യത്തിൽ എത്തപ്പെടുന്നതാണ്. ആവർത്തിച്ച് ആത്മാവിചാരം ചെയ്ത് ആത്മാവുണർന്നു വാഴാം. ആവർത്തിച്ച് ആത്മാവിചാരം ചെയ്ത് ആത്മാവിൽ ആത്മാവുണർന്നു വാഴാം. ആത്മസംവിത്തുക്കൾ ആരാഞ്ഞുണർന്നൊരാ പാതയിൽ ഭവ്യ മനോഗമിക്കാം.